നമസ്കാരം. ദേഹം മുഴുവനും സന്ധികളിലുമായിട്ട് നീർക്കെട്ടും വേദനയും കാരണം നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണോ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട 3 ആയുർവേദ കൂട്ടുകൾ എങ്ങനെയൊക്കെ നമുക്ക് മുട്ടുവേദന, നടുവേദന, ഷോൾഡറിൽ വരുന്ന വേദന, ഇതുപോലുള്ള ശരീരത്തിലെ നീരും വേദനയും മുഴുവനായിട്ട് അകറ്റാൻ സഹായിക്കുന്നു. എന്നാൽ ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. 3 കൂട്ടിൽ ആദ്യത്തേത് ഏതാണെന്നല്ലേ? കരിനെച്ചി അല്ലെങ്കിൽ നിർഗുണ്ടി എന്ന ആയുർവേദത്തിൽ പറയും. ഇത് വാദസംബന്ധമായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ, ശരീരത്തിലുണ്ടാവുന്ന വേദന, നീർക്കെട്ട് എന്നുള്ള പ്രശ്നങ്ങൾ, കഫക്കെട്ട്, പനി, വയറുവേദന, വായ്പുണ്ണ് എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ആശ്വാസം നൽകും. അതുപോലെ നമുക്ക് ഇതുകൊണ്ട് തന്നെ കിഴി കെട്ടി വെക്കുന്നതും വളരെ നല്ലതാണ്. ഇത് വേദന, നീർവീഴ്ച, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെ നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ്. പലപ്പോഴും ഇത് ഒരു പിടി കരിനെച്ചി ഇല എടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ച് അതൊന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടുള്ള ബക്കറ്റിൻ്റെ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇളം ചൂടോടുകൂടി കുളിക്കാൻ, ഇത് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ സന്ധികളിലൊക്കെ നീർക്കെട്ടും വേദനയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഇത്തരം സന്ധികളിൽ മാത്രമല്ല ദേഹം മുഴുവൻ വേദന അനുഭവപ്പെടും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏറെ നല്ല ഒരു പ്രയോഗമാണിത്. നല്ലൊരു വേദന സംഹാരിയാണ്. അത് പറയാൻ കാരണം സന്ധിവാദം, പേശിവലിവ്, നടുവേദന, ഉളുക്ക്, തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത്. അതുപോലെ വാതകഫ രോഗങ്ങൾ, വാതരോഗങ്ങൾ, കഫ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ, മലമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കും. പിന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അകറ്റാനും ഏറെ നല്ലതാണ്. വയറുവേദന, കൃമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വായ്പുണ്ണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇതിന് മറ്റു ചില പ്രയോഗങ്ങളും കൂടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വേദനയുള്ള ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് തിളപ്പിച്ച് വെള്ളം കൊണ്ട് കുളിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കിഴി കെട്ടിയിട്ട് ചില ഇത്തരം ഒരു പിടി കരിനെച്ചിയിൽ എടുക്കാം. അത് കൊട്ടൻ ചുക്കാതി, സഹചരാതി അല്ലെങ്കിൽ മുറിവെണ്ണ പോലുള്ള ഏതെങ്കിലും ഓയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന്, പുകയരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കിഴിയാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് അത് കിഴി വെച്ചിട്ട് ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ, വേദനയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തന്നെ ഒന്ന് മുറിച്ച് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ പാനിലിട്ട് ഈ മുറിവെണ്ണയോ ഇതുപോലുള്ള മറ്റേതെങ്കിലും ഓയിലോ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ആ വേദനയുള്ള, മുട്ടിലാണ് വേദന, നടുവിലാണ് വേദന ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ വെച്ചിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് കൊണ്ട് നമുക്കൊന്ന് കെട്ടി വെക്കാൻ പറ്റും. ഒരു 45 മിനിറ്റൊക്കെ തന്നെ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. ഇത് പലരും ഇതുപോലുള്ള ഓയിലുകളൊന്നും കിട്ടാതെ പുറമെ താമസിക്കുന്നവരൊക്കെ ചിലർ പറയാറുണ്ട്, ഇതിൻ്റെ ഡ്രൈഡ് ഫോമൊക്കെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം ഓയിലുകൾ കിട്ടാറില്ല, അവൈലബിലിറ്റി ഇല്ല എന്നുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെസൈം ഓയിൽ, എള്ളെണ്ണയോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ആവണക്കെണ്ണയോ ഈ 2 ഉപയോഗിക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ കാസ്റ്റർ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്തിടുന്നത് വേദനയെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഔഷധ ഇല നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആവണക്ക്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഏരണ്ട, ഇംഗ്ലീഷിൽ കാസ്റ്റർ എന്നൊക്കെ പറയും. കപ്പ അല്ലെങ്കിൽ പൂള ഉണ്ടല്ലോ, അതിൻ്റെ ലീഫ് പോലെയൊക്കെ തന്നെ സാമ്യമുള്ള രീതിയിൽ ഇത് റെയിൽവേ പാളത്തിനടുത്തും അല്ലെങ്കിൽ പറമ്പിലും അങ്ങനെയൊക്കെ തന്നെയുള്ള ഭാഗങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ്. പുറം രാജ്യങ്ങളിൽ പോലും സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ഔഷധ സസ്യം കൂടെയാണിത്. അപ്പം ഇതിൻ്റെ ഇല മാത്രമാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ ഒരു വേദനയും, പേശിവേദനയോ അല്ലെങ്കിൽ നീർക്കെട്ടോ ശരീരവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഏരണ്ട എന്നുള്ളത്. അതായത് ഈ കാസ്റ്ററിൻ്റെ ലീഫ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ കാസ്റ്റർ ഓയിലിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ചെയ്യാം, അല്ലെങ്കിൽ കർപ്പൂരാതി തൈലം പോലുള്ള, മുറിവെണ്ണ പോലുള്ള ഏതെങ്കിലും ഓയിലുകളൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഒന്ന് വഴറ്റി
അത് ചൂടോട് കൂടിയിട്ട് അത്തരം വേദനയുള്ള ഭാഗങ്ങളിൽ കെട്ടിവെക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നതും അതിന് മുകളിലൂടെ തന്നെ അല്പം മുറിവെണ്ണ, ഇത് നമ്മൾ ഏതാണോ വഴറ്റാനെടുത്ത ആ ഓയിലിന് ഒരു ഇളം ചൂടിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നിർത്തുന്നതും വേദനയെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. ഇനി അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തേത് വെറ്റിലയാണ്. വെറ്റില ഈ ചുണ്ണാമ്പും അടക്കയൊക്കെ വെച്ചിട്ട് മുറുക്കാം എന്നുള്ളതല്ലാതെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ട് മറ്റു ഗുണങ്ങൾ ചേർത്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. തലനീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറ്റില ചേർത്തിട്ട് എണ്ണ കാച്ചുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടി എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഔഷധ ഇലയാണ് വെറ്റില എന്നുള്ളത്. മുറുക്കാനുള്ളത് മാത്രമല്ല, ഈ രീതിയിൽ വേദനയും നീർക്കെട്ട് മാറ്റാനും ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനായാലും നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ ക്രഷ് ചെയ്തിട്ടോ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. നമുക്ക് അത്തരം ഭാഗങ്ങളിൽ കെട്ടിവെക്കാൻ പറ്റും. ഇത് വേദനയാ, നീർക്കെട്ട്, അല്ലെങ്കിൽ തരിപ്പ്, മരവിപ്പ്, അങ്ങനെ നമുക്ക് ഞരമ്പുകൾക്കൊന്നും ബലമില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല. അതിനെയൊക്കെ മാറ്റാൻ വളരെ നല്ലൊരു ഔഷധമാണ്. വെറ്റിലയിലെ വേദന സംഹാരിയായ ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ധാരാളമുണ്ട്. ഇത് നമ്മുടെ സന്ധികളിലെ അസ്വസ്ഥതയും വേദനയും ഒക്കെ പെട്ടെന്ന് കുറയ്ക്കും. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് മുതലായിട്ടുള്ള വിട്ടുമാറാത്ത ദുർബല രോഗങ്ങളെ നേരിടാനും ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നുണ്ട്. അതുപോലെ അസ്ഥികളിലെയും സന്ധികളിലെയും വേദനയുടെ തീവ്രത കുറയ്ക്കാനും സന്ധിവാതത്തിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ ജോയിൻസിലെയൊക്കെ വേദനയും അല്ലെങ്കിൽ ആർത്രൈറ്റിക് പ്രശ്നങ്ങൾ, സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, മടക്കാനും നിവർത്താനൊന്നും കഴിയാത്ത അവസ്ഥ, വീക്കം വന്നിട്ട് ചുമന്ന് തടിച്ച് നല്ല വീങ്ങിയിരിക്കുന്ന ഇൻഫ്ലമേഷൻ വന്നാലുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ട് വരുന്ന പെയിന്, സയാറ്റിക്ക പ്രശ്നങ്ങൾ, നടുവേദന എന്നൊക്കെ മാറ്റാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മസിൽസിനെയൊക്കെ തന്നെ ഒന്ന് ടൈറ്റ് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടിനെയൊക്കെ അകറ്റി നല്ല ഹെൽത്തി ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്ന ആയുർവേദത്തിലെ 3 ഔഷധ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഔഷധ സസ്യത്തിൻ്റെ പ്രയോഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് മുൻപത്തെ വീഡിയോയിൽ ഏതൊക്കെ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതും മുരിങ്ങയില എങ്ങനെ ഉപയോഗിക്കാം ഇതിനെക്കുറിച്ചിട്ടൊക്കെ, അതുപോലെ അർക്ക എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എരുക്കിൻ്റെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.